പീപ്പിൾസ് പൾസിന്റെ സർവേയാണ്. പീപ്പിൾസ് പൾസ് പറയുന്നത് LDF 55 മുതൽ 65 സീറ്റ് വരെ, UDF ആവട്ടെ 75 മുതൽ 85 സീറ്റ് വരെ, NDA 0 മുതൽ 3 സീറ്റ് വരെ. PMARC ആവട്ടെ, ആക്സിസ് ബാങ്ക് ഇന്ത്യ ആവട്ടെ, പീപ്പിൾസ് പൾസ് ആവട്ടെ, JVC ആവട്ടെ, ഇതുവരെ വന്ന എല്ലാ സർവേകളിലും കേരളത്തിൽ UDF അധികാരത്തിലേക്ക് എന്ന് തന്നെ പറയുന്നു. അത് സീറ്റ് എണ്ണത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടെങ്കിലും എല്ലാ സർവേകളും കേവല ഭൂരിപക്ഷം നേടുന്ന മുന്നണി അത് UDF ആണെന്ന് മാത്രം പറയുന്നു. ഒറ്റ ഒരെണ്ണം മാത്രം IELTS എന്തായിരുന്നു സാധനം, നമ്മുടെ ICPL സി ന്യൂസിന്റെ ICPL സർവേ, ChatGPT സർവേ ആണത്. ആ സർവേയിൽ അവർ പറയുന്നത് LDF 70 സീറ്റുകൾ എന്ന് പറയുന്നുണ്ട്, UDF അത്രയും തന്നെ സീറ്റുകൾ, NDA 3 സീറ്റ്. അങ്ങനെയാണെങ്കിൽ ഹങ് പറയുന്ന തൂക്ക് പറയുന്ന ഒരേ ഒരു അതെ കേരളത്തിലൊക്കെ അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ? ചാൻസ് ഉണ്ടോ? അത് സർവേ പറയുന്നത്. അപ്പൊ എങ്ങനെയാ സാധ്യതയില്ല, സാധ്യതയില്ല. ഇതിലിപ്പോ വന്നിരിക്കുന്നതിൽ UDF അനുകൂലമായ ഒരു ഫലമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം ഇനി അത് എങ്ങനെയാണ് ബാക്കി. നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ ആക്സിസ് ബാങ്ക് ഇന്ത്യയുടെ കണക്കായിരുന്നല്ലോ കഴിഞ്ഞ തവണ ഏറെക്കുറെ ആധികാരികം ആ കണക്കിനോട് എടുത്തെത്തിയത്. പക്ഷെ ഇത്തവണ അത് UDF-ന് മേൽക്കൈ എന്ന് പറയുമ്പോൾ പോലും ആ മാർജിനിൽ വലിയ വ്യത്യാസമുണ്ട്. വ്യത്യാസം വലുതായിട്ടുണ്ട്. ഒരു സേഫ് നമുക്ക് പോൾ ഓഫ് പോൾസ് ഒന്നുകൂടെ പൈകി വന്ന പ്രേക്ഷകർക്കായി നോക്കിക്കഴിഞ്ഞാൽ ആക്സിസ് ബാങ്കിന്റെ LDF 49 മുതൽ 60, LDF 55 മുതൽ 65 സീറ്റ് വരെ പറയുന്നു. UDF പീപ്പിൾസ് പൾസ് 50-65, UDF 75-85, BJP 0 മുതൽ 3. വോട്ട് വൈബ് പറയുന്നു LDF 58-68, UDF 75-80, BJP 0-2. മാട്രിക്സ് ബംഗാളിലെ കാര്യമാണ്. അത് പറയുന്നത് ബംഗാളിൽ സംഭവിക്കുന്നത് ബംഗാളിലുള്ള കൃത്യമായ അട്ടിമറി. എല്ലാവരും പറയുന്നത് ബംഗാളിലുള്ള കൃത്യമായ അട്ടിമറി. BJP അധികാരത്തിലേക്ക് വരുന്നു. എല്ലാവരും പറയുന്നത് ദീദിക്ക് അത്ര ഭേദപ്പെട്ട, അത്ര ഇഷ്ടപ്പെടുന്ന, ഇന്ന് രാത്രി സുഖമായി കിടന്ന് ഉറങ്ങാൻ കഴിയുന്ന ഒരു കണക്കല്ല എന്തായാലും ഈ ബംഗാളിലെ എക്സിറ്റ് പോൾ പറയുന്നത്. ബംഗാളിൽ പോയ തവണയും എക്സിറ്റ് പോളുകൾ പാളിയ ചരിത്രം ഉണ്ടെങ്കിൽ കൂടി ഇക്കുറി 77 സീറ്റിൽ നിന്നും ഇക്കുറി അധികാരം പിടിക്കുമെന്ന BJPയുടെ പ്രതീക്ഷകൾക്ക് അമിത്ഷായുടെ ദാദാ VS ദീദി വേഴ്സസ് ദാദ എന്നുള്ളതായിരുന്നു അവിടുത്തെ പോരാട്ടം. ദീദി ദാദേ ഷാ വന്നു ലാസ്റ്റ്. കഴിഞ്ഞ തവണ മോദി വന്ന് ദീദിയോ ദീദി എന്നൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇക്കുറി അതല്ലായിരുന്നു കഥ. ഇക്കുറി അത് മോദി വേഴ്സസ് അമിത്ഷാ വേഴ്സസ് ദീദി ആയിരുന്നു. അവിടെ ഷാ വിജയിക്കുന്നോ എന്നൊരു സംശയം ഈ പറയുന്ന എക്സിറ്റ് പോളിൽ പ്രകടവുമാണ്. എന്തായാലും നമുക്കിങ്ങനെ ചുരുക്കി പറയാം, കേരളത്തിൽ UDF അവർ അധികാരം തിരിച്ചു പിടിക്കുന്നു. മൂന്നാം വോട്ടത്തിലേക്ക് LDF ഇല്ല എന്ന ഒറ്റ ലൈനിൽ പറയാൻ കഴിയുന്ന രീതിയിലേക്ക് തിരിച്ച് എക്സിറ്റ് പോൾ സീറ്റാണ് എങ്ങനെയാണല്ലോ അല്ലെ കേരളം കൈപിടിക്കും 10 വർഷത്തിന് ശേഷം എന്ന നിലയിലേക്കാണ് എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത്. പക്ഷേ ആ ഫലപ്രവചനങ്ങൾ എക്സിറ്റ് പോളുകൾ എക്സാക്ട് പോളുകളാകുമോ എന്നുള്ളത് 4-ാം തീയതി വരെ കാത്തിരിക്കേണ്ടി വരും. ഏതായാലും നിലവിൽ എല്ലാ ഏജൻസികളും ഒന്നൊഴിയാതെ എല്ലാ ഏജൻസികളും എക്സിറ്റ് പോളുകൾ ഇപ്പോൾ പ്രവചിക്കുന്നത് കേരളത്തിൽ UDF-ന്റെ മുന്നേറ്റം എന്നാണ്. അതെ, UDF-ന്റെ മുന്നേറ്റം പറയുന്നു. ആക്സിസ് ബാങ്ക് ഇന്ത്യ മാത്രമാണ് കുറച്ചുകൂടി വിശാലമായ കാറ്റഗറികളിലേക്ക് പോകുന്നത്. അതിൽ ആരായിരിക്കണം കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി എന്ന് ചോദിക്കുമ്പോൾ UDF അധികാരത്തിൽ വരുമെന്ന് പറയുന്ന അതേ സർവേ തന്നെ. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിണറായി വിജയനെ പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. VD സതീശനാണ് UDF-ൽ ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുണയ്ക്കുന്ന മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന നേതാവ് എന്നതുകൂടിയുണ്ട്. ഈ നമ്മൾ പ്രീപോൾ സർവേകളിലും ചില സർവേകൾ UDF അധികാരത്തിലേക്ക് എത്തുമെന്ന് പറയുന്ന സർവേകളിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ മാർക്ക് കൂടുതൽ. അതിൽ ഏറ്റവും ഒടുവിൽ വന്ന ഒരു സർവേയിൽ മാത്രമാണ് ഏതാണ്ട് 50-50 എന്ന ചാൻസിലേക്ക് പോലും പോയത്. എല്ലാ സർവേകളിലും മുഖ്യമന്ത്രി പിണറായി കൂടുതൽ മാർക്ക് മുഖ്യമന്ത്രി എന്നുള്ളക്ക് സാക്ഷാൽ പിണറായി വിജയൻ തന്നെയായിരുന്നു. പ്രീപോളും എക്സിറ്റ് പോളും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. വലിയ കണക്ക് നേരെ തിരിയുന്ന സാഹചര്യത്തിലേക്ക് പ്രീപോളും എക്സിറ്റ് പോളും തമ്മിൽ വരുന്നത്. അത് പ്രീപോളിൽ വളരെ ക്ലിയർ മെജോറിറ്റി അധികാര തുടർച്ച എന്നുള്ളത്. ഞാൻ ഒരു സാധ്യത പറയട്ടെ. അതായത് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇടതു മുന്നണിക്ക് വീണ്ടും അധികാര തുടർച്ച ഉണ്ടാകില്ല. അത് UDF ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ ചർച്ചകളൊക്കെ ഇനി പോകുന്നത് എന്തുകൊണ്ടായിരിക്കും ഈ അധികാര തുടർച്ച കിട്ടാതിരിക്കുന്നതിനാണ്. സ്വാഭാവികമായിട്ടും അത് ഒരു ആന്റി പിണറായി വികാരം ഉണ്ടായിട്ടുണ്ടോ, അതല്ല ഇത് ഭരണവിരുദ്ധ വികാരമാണോ ഉണ്ടായിട്ടുള്ളത്? ഇപ്പോൾ എന്തുകൊണ്ടാണ് സിറ്റിംഗ് MLA-മാരെയൊക്കെ മത്സരിക്കാൻ അനുവദിച്ചത്? കാരണം അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അവർക്കെതിരെ ഒരു വികാരമില്ല എന്ന പാർട്ടിയുടെയും മുന്നണിയുടെയും ഒക്കെ വിലയിരുത്തൽ അടിസ്ഥാനത്തിൽ. അങ്ങനെയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയെ കാണണം എന്നാണ് കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും പിണറായി വിരുദ്ധ വികാരമില്ല എന്നൊരു നിലപാടിലേക്ക് എത്തുകയും അതേസമയം കേരളത്തിൽ ഒരു സാധാരണ നിലയുണ്ടല്ലോ, അതായത് 10 വർഷം നിങ്ങൾ ഭരിച്ചു, ഇനി ഒന്ന് മാറൂ, മറ്റൊരാൾക്ക് കൊടുക്കും, ഇനി അവർ വരട്ടെ എന്ന ഒരു സാധാരണ മനുഷ്യന്റെ വികാരമാണോ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക എന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും പിന്നീട് ചർച്ചയാവുക. CPM എന്ന പാർട്ടിയുടെ ഭാവി, പ്രതിപക്ഷ നേതാവ് ആരായിരിക്കും, ആ പാർട്ടി ഘടനയിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്ന് തുടങ്ങി കേരളത്തിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സ് ആയിരിക്കും ഇതിന് ശേഷം ഉണ്ടാകാൻ പോകുന്നത്. എന്തായാലും ഈ ഭരണവിരുദ്ധ വികാരം അങ്ങനെ വലിയ ക്ലീൻ സ്വീപ്പിലേക്ക് യഥാർത്ഥത്തിൽ ഈ കണക്കുകളൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞാൽ വലിയ ക്ലീൻ സ്വീപ്പ് ആണെന്നുണ്ടെങ്കിൽ അത് വലിയ കണക്കിലേക്ക് പോകണം. അതെ, 90 മുതൽ 100-ലേക്ക് 90 സീറ്റ് എത്തിയാൽ ക്ലീൻ സ്വീപ്പാണ്. അതെ, പക്ഷെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ 80-82 ഒക്കെ നിൽക്കുകയാണെങ്കിൽ അത് ഭരണവിരുദ്ധ വികാരമല്ല.
10 വർഷമായില്ലേ, ഒന്ന് മാറ്റി പിടിക്കാം എന്നുള്ള ബോഡി. നമ്മൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പല ജില്ലകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആളുകൾ ഇത് തന്നെയാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ പെൻഷൻ കിട്ടുന്നില്ല, കിട്ടുന്നുണ്ട്. ആശുപത്രിയിൽ പോയാൽ സൗകര്യങ്ങളില്ലേ, ഉണ്ട്. സ്കൂളുകളിൽ സൗകര്യമില്ലേ, ഉണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും ഇല്ലേ, ഉണ്ട്. പക്ഷെ 10 വർഷമായില്ലേ, ഇനി അവർ വന്നാൽ എങ്ങനെ ഉണ്ടാകും എന്നൊരു ചിന്തയിലേക്ക് ആളുകൾ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.